ഈ വീഡിയോയിൽ ട്രംപ് ലോകക്രമം മാറ്റിമറിക്കും. അപ്പം അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2-3 വിഷയങ്ങളിൽ ചില നിർണായക തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ ട്രംപ് ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ബ്രിക്സിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഒറ്റ വാക്കിൽ ഒരു വാക്യം പറഞ്ഞായിരുന്നു, ബ്രിക്സ് ഇസ് ഡെഡ് എന്ന് പറഞ്ഞു. അത് ബ്രിക്സ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നാണ് പുള്ളി ആ ഒരു വാക്യം പറഞ്ഞത്. പക്ഷെ അന്ന് പറഞ്ഞപ്പം എനിക്ക് തമാശയായിട്ട് തോന്നി. ബ്രിക്സ് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഡെഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് അതിൻ്റെതായിട്ടുള്ള ചില പ്രാധാന്യം അർഹിക്കുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് അത് പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൾറെഡി തന്നെ ബ്രിക്സിനെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അതായത് ട്രംപിന്റെ ഈ ഒരു 4 വർഷം ബ്രിക്സ് കുറച്ച് സൈലന്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബ്രിക്സ് ഇപ്പൊ കുറച്ച് ഡൗൺ ചെയ്ത് നിൽക്കുകയാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിൽ നടന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സ്, ചില സുപ്രധാന ഡെവലപ്മെന്റ്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നു. നോക്കൂ, റഷ്യ ചൈനയെ ഇവിടെ ഒരു കോമാളിയായി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്ക ഉക്രൈനെ ജോക്കറായിട്ട് മാറ്റിയിരിക്കുകയാണ്. റഷ്യ ചൈനയെ ജോക്കറാക്കി, അമേരിക്ക ഉക്രൈനെ ജോക്കറാക്കി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ത്യക്ക് നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇന്ത്യക്ക് നേട്ടങ്ങളുണ്ട്. പക്ഷെ നേട്ടങ്ങൾ മാത്രമല്ല, അങ്ങനെയും നമുക്ക് പറയാം. വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് ഒരു വലിയ ഓഫറാണ് വെച്ചിരിക്കുന്നത്. ഈ വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ ചെറിയ ഓഫറൊന്നുമല്ല. ഈ ഓഫറുകൾ ശരിക്കും പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ ആ ഒരു മഗ എന്ന് പറഞ്ഞ ആ ഒരു സ്ലോഗനുമായിട്ട് വന്ന ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു ആശയം നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ട്രംപ് ഒരു പുതിയ പൊളിറ്റിക്സ് ആണ് നടത്തുന്നത്. ട്രംപിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം എഫക്റ്റീവായിട്ട് കഴിഞ്ഞ ഒരു 4 വർഷം പുള്ളി ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ട്രംപ് അല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ട്രംപിനെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിനെ അപ്പാടെ അങ്ങ് തൂക്കി വിറ്റുകളഞ്ഞു, ഒതുക്കിക്കളഞ്ഞ അവസ്ഥയിലാണ് ട്രംപ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ വേണ്ട എന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനെ അമേരിക്കയ്ക്ക് ആവശ്യമില്ല, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നുമില്ല. ഇമാനുവൽ മാക്രോൺ ആണ് ഇവിടെ 2 ദിവസത്തിന് മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഇമാനുവൽ മാക്രോൺ ട്രംപിനെ കണ്ട് സംസാരിച്ച ഉടനെ തന്നെ പുള്ളി ഉക്രൈനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. അതായത് ഉക്രൈന്റെ കാര്യത്തിൽ വിയോജിപ്പുണ്ട്, അതേപോലെ റഷ്യയുമായിട്ടുള്ള ബന്ധമോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ഉക്രൈന്റെ വിഷയത്തിൽ വിയോജിപ്പുണ്ട് എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് മാക്രോൺ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നും വണ്ടി കയറിയത്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഈ ഉക്രൈന്റെ വിഷയം തന്നെ ബാധിക്കുന്നില്ല. അതൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് ട്രംപ് കാണുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രീതിയിലും അമേരിക്കയ്ക്ക് ഒരു ഗുണവുമില്ലാത്ത ഒരു രാജ്യമായിട്ട് മാറ്റി തീർക്കുകയാണ് ശരിക്കും ഡൊണാൾഡ് ട്രംപ്. അതിലുപരിയായിട്ട് യൂറോപ്പിന് 25% താരിഫ് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുകയാണ് അമേരിക്കയുടെ ഉള്ളിൽ. വളരെ വൈകാതെ തന്നെ 25% ഒരു താരിഫ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇത് തന്നെ യൂറോപ്യൻ യൂണിയനെ ഷോക്ക് അടിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതപ്പെടുന്നത്. ഇനി അവർ നാറ്റോയ്ക്ക് വേണ്ടിയിട്ട് 2 to 4% അവരുടെ GDP മാറ്റി വെക്കണം. അതിലുപരിയായിട്ട് ഇനിയിപ്പോ കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് ഇനി 25% അമേരിക്കയിൽ നിന്ന് താരിഫ് കിട്ടും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രോഡക്റ്റിന് വില കൂടാനും അമേരിക്കയുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് ഈ പ്രോഡക്റ്റിന് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ യൂറോപ്യൻ പ്രോഡക്ട്സിന് ചില മാൻഡേറ്ററി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവിടെ സെല് ചെയ്ത് പോകും എന്നല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ തഴയപ്പെടും. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഈ ഒരു എക്സ്പോർട്ടിന്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിനെ തകർക്കുന്ന ചില പ്രവൃത്തികളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവര് ഉക്രൈനെയൊക്കെ വിട്ടിട്ട് ഇവര് അമേരിക്കയുടെ മാർഗത്തിൽ പോവുക എന്നുള്ളതാണ്. അതായത് റഷ്യയുമായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്ത് ആ രീതിയിൽ പോകാനുള്ളൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു പ്രഷർ വരുന്നത്. ഈ 25% താരിഫ് ഒക്കെ ആ രീതിയിലായിരിക്കും വരുന്നത്. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പെരുമാറ്റം. വ്ളാഡിമിർ പുടിൻ ആണെങ്കിൽ എവറി ഡേ ട്രംപിനെ അങ്ങ് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഓഫറുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഞെട്ടിപ്പോകുന്ന ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് ചരിത്രത്തിൽ അമേരിക്കയ്ക്ക് കിട്ടാത്തത്ര ഓഫർ റഷ്യയിൽ നിന്നും. അപ്പൊ ഇതിനകത്ത് ശരിക്കും പുടിൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന പറഞ്ഞാൽ ഈ ഡോൺബോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, ഈ ഡോൺബോസ് എന്ന് പറയുന്ന സ്ഥലം ഇതിനു മുമ്പ് ഉക്രൈന്റെ ആയിരുന്നു. ഇപ്പൊ അത് റഷ്യ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സ്ഥലത്ത് അമേരിക്കയും റഷ്യയും കൂടെ ചേർന്നിട്ട് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക് നടത്താം. നമ്മൾ ജോയിന്റ് ആയിട്ട് തന്നെ മിനറൽ മൈനിങ് നടത്താം. അതിനുള്ള പ്രോജക്റ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1 കേട്ടോളൂ. ഇതുകൊണ്ട് പുടിൻ സ്ഥാപിക്കുന്നത് എന്താണ്? ആ സ്ഥലം ഓൾറെഡി തന്നെ റഷ്യയുടേതാണെന്ന് പുള്ളി വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ്. നിരുപാധികം അങ്ങ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വീണ്ടും അമേരിക്കയ്ക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പുടിൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മില്യൺ ടൺ ഓഫ് അലുമിനിയം സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യയിൽ നിന്നും.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. റഷ്യയുടെ കഴിഞ്ഞ 2024 റഷ്യയുടെ ടോട്ടൽ അലുമിനിയം ഉൽപാദനം എന്ന് പറഞ്ഞാൽ 3.4 മില്യൺ ടൺ ആണ് 2024 റഷ്യയുടെ ടോട്ടൽ അലുമിനിയം ഉൽപാദനം. അപ്പൊ ശരിക്കും 2 മില്യൺ ടൺ അമേരിക്കയ്ക്ക് കൊടുക്കാന്നേ ഉള്ളൂ. റഷ്യ ഈസ് കേപ്പബിൾ ഓഫ് സപ്ലൈ ദിസ് അലുമിനിയം. ഈ അലുമിനിയം ഈ ക്വാണ്ടിറ്റിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്തെല്ലാം ഗുണം? ഒരുപാട് ഗുണമുണ്ട്. സാറ്റലൈറ്റ് മേഖലയിൽ ഈ ഒരു അലുമിനിയം നെക്സ്റ്റ് ടു അയൺ ആണ്. അതായത് അയൺ കഴിഞ്ഞാൽ പിന്നെ അലുമിനിയമാണ്. ആ രീതിയിലാണ് ഇതിന്റെ യൂട്ടിലിറ്റി വരുന്നത്. ഫ്ലൈറ്റിന്റെ ബോഡീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാറുകളുടെ ബോഡി, വാഹനങ്ങളുടെ ബോഡി ആയിക്കോട്ടെ, ഇതിനെല്ലാം അലുമിനിയം വളരെ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അമേരിക്കയ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് നോ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഓഫർ ആയി പോയത്. ബോയിങ് കമ്പനിക്ക് റഷ്യയുടെ ഉള്ളിൽ അവരുടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഓപ്പൺ ചെയ്യാൻ, അത് പ്രാവർത്തികമാക്കാൻ താല്പര്യമുണ്ട്. റഷ്യ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ബോയിങ് കമ്പനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അമേരിക്കയിൽ ബോയിങ് കമ്പനി ഇപ്പൊ ഇച്ചിരി നെഗറ്റീവാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ഒരു സുനിത വില്യംസിനെയൊക്കെ കൊണ്ട് അവിടെ സ്പേസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് കുറെ നാളായി. ഇതുവരെ അവർക്ക് താഴെ ഇറക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് മിഷൻസ് ഒക്കെ അവരുടെ ഫെയിലിയർ ആണ്. അതുകൊണ്ട് തൽക്കാലം കമ്പനി ഇച്ചിരി നെഗറ്റീവിലാണ്. നാസയിൽ നിന്ന് പുതിയ കരാറുകളൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. അതിന് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് എലോൺ മസ്കിന്റെ കമ്പനിയാണ്. സ്റ്റാർ ലൈനർ എന്നൊക്കെ പറയുന്ന എലോൺ മസ്കിന്റെ കമ്പനിയാണ്. ബോയിങ് റഷ്യയിലോട്ട് പോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പുടിൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, വെൽക്കം ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത്തെ വിഷയം. ടൈറ്റാനിയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈറ്റാനിയം സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടൈറ്റാനിയം കൊണ്ട് പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട്. അത് സ്പേസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിലായിക്കോട്ടെ, അതേപോലെ പല പല വിഷയങ്ങളിലും ടൈറ്റാനിയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈറ്റാനിയം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അമേരിക്കയ്ക്ക്. കാരണം അത് അവിടെ കുറച്ച് കുറവാണ്. ടൈറ്റാനിയം അത്ര കിട്ടാനില്ല അമേരിക്കയിൽ. അപ്പൊ അങ്ങനെ റെയർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് കൊടുക്കാം എന്നുള്ള വാഗ്ദാനവുമായിട്ടാണ് പുടിൻ വന്നിരിക്കുന്നത്. 28.5 മില്യൺ ടൺ റെയർ എർത്ത് മിനറൽസ് ജോയിന്റ് ആയിട്ട് ഒരു പ്രോജക്ട് രൂപീകരിച്ച് അതിൽ രണ്ടുപേരും, അമേരിക്കയും റഷ്യയും കൂടെ ജോയിന്റ് ആയിട്ട് ആ ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്രപ്പോസലും കൂടെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അമേരിക്കയ്ക്ക് ഗോൾഡൻ ചാൻസ് ആണ്, കിട്ടാക്കനിയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിൽ പുടിനെ സ്വിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഗ്ലോബൽ ഓർഡർ ചേഞ്ചിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഈ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ നാളെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഗ്രിമെന്റിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരും. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ഓർഡറിൽ വരാൻ പോകുന്ന ചേഞ്ച് വളരെ വളരെ വലുതാണ്. അതിന് പുറമെ ഹൈഡ്രോ കാർബൺ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതിനകത്ത് ഇപ്പൊ എന്താണ് ഇപ്പൊ പല അറബ് മേഖലകളിലും ഈ പണ്ട് ഈ അറാംകോ ഉൾപ്പെടെ പല അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയാണ് ഈ ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് പല രാജ്യങ്ങളിലും ഈ ഒരു മൈനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഓയിലും ഈ ഒരു ഹൈഡ്രോ കാർബൺസ് ഒക്കെ കുഴിച്ചെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അമേരിക്കയ്ക്ക് അതിനകത്ത് പ്രാഥമികമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റിൽ ചില കമ്പനികളിൽ നിന്നൊക്കെ 50% ഓഹരി വരെ പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ടെക്നോളജി കൊടുത്തിരുന്ന പല രാജ്യങ്ങളുടെയും കരാറുകളൊക്കെ ഏതാണ്ട് ഒരു അവസാനിപ്പിച്ച അവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പുതിയ ഓഫറുമായിട്ട് ഇപ്പൊ റഷ്യ വന്നിരിക്കുന്നത്. അതിനെന്താണ്, നമ്മളെടുത്ത് ധാരാളം സ്ഥലമുണ്ട് ഇങ്ങനെ ഓയിലും ഗ്യാസും കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ വരൂ നമുക്ക് ഒരുമിച്ച് കുഴിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരുമിച്ച് റഷ്യയും അമേരിക്കയും ചേർന്നുകൊണ്ട് റഷ്യയുടെ ലാൻഡിൽ തന്നെ അവർക്ക് ഈ ഒരു ഓയിലും ഗ്യാസ് ഒക്കെ അവിടെ നിന്ന് മൈൻ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ക്ലിയർ ആയിട്ട് യൂറോപ്യൻ മാർക്കറ്റ് റഷ്യയുടെ കയ്യിൽ അമേരിക്ക കൊടുക്കും. അമേരിക്കയും റഷ്യയും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈസി ആയിട്ട് ഗ്ലോബൽ സപ്ലയർ ആയിട്ട് മാറാം. അതിനകത്ത് ഏറ്റവും കൂടുതൽ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിറയൽ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ അമേരിക്കയും റഷ്യയും മാത്രമല്ല ഇവിടെ ഒരു ജോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അമേരിക്കയിലുള്ള പ്രൈവറ്റ് കമ്പനികളെയും ചേർത്താണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഇലോൺ മസ്കിന് ശരിക്കും റഷ്യക്കുള്ളിൽ വന്നിട്ട് പല ഫേംസും നടത്താനുള്ള താല്പര്യമുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്പേസ് റിസർച്ചിൽ ഇൻവോൾവ് ആകാനുള്ള താല്പര്യമുണ്ട്. ഇലോൺ മസ്ക് മാർസ് മിഷൻ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത് പ്രോജക്ട് മുന്നോട്ട് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് ഏജൻസിയും ഈ റോസ്കോസ്മോസും തമ്മിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങൾ എവിടെ നിന്ന് തുടങ്ങി എവിടം വരെ പോയെന്ന് മനസ്സിലായല്ലോ. അടുത്ത മേഖല എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലും രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കണം എന്നാണ്, അമേരിക്കയും അതേപോലെ റഷ്യയും. അമേരിക്ക സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന G20 ബഹിഷ്കരിക്കുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇസ്രായേലിനെതിരെ ICC കേസ് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ കേസ് കൊടുത്തിരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് 2-3 രാജ്യങ്ങളും കൂടെ ഇത് ഉപേക്ഷിക്കുകയാണ്. അതിലൊന്ന് ഇന്ത്യ, പിന്നെ ഒന്ന് ബ്രസീൽ. ഈ 2 രാജ്യങ്ങളും കൂടെ G20 ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഡൊണാൾഡ് ട്രംപിന്റെയും പുടിന്റെയും ഈ ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കുകയാണ്. പല സംഘടനകളും ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാത്ത നിലയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. ഇപ്പോഴാണ് നമ്മൾ അയാൾ പറഞ്ഞില്ല ആദ്യം ബ്രിക്സ് ഇസ് ഓൾറെഡി ഡെഡ് എന്ന്. അപ്പൊ ആ പറഞ്ഞ വാക്യം ഇപ്പോഴാണ് നമ്മൾ അത് ആലോചിച്ച് നോക്കേണ്ടത്. എങ്ങനെയാണ് ബ്രിക്സിനെ ആൾ തടഞ്ഞു വെച്ചത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും.
വളരെ വ്യക്തമായിട്ട് ചൂണ്ടയിട്ട് പുടിനെ ജസ്റ്റ് അങ്ങ് തൂക്കിയിരിക്കുകയാണ്. ഇനിയിപ്പം ഇന്ത്യ, ചൈന, അതുപോലെ ബ്രസീൽ ഇങ്ങനത്തെ രാജ്യങ്ങൾ വേണം ഇനി കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് അതിനകത്ത് ചിന്തിക്കാൻ. പക്ഷെ ഇതിനകത്ത് ഇന്ത്യയുടെ കാര്യം എപ്പോഴും ന്യൂട്രലാണ്. ഇന്ത്യ ആദ്യമേ തന്നെ ബ്രിക്സ് കറൻസിക്ക് നോ പറഞ്ഞ് ഒഴിഞ്ഞു കളഞ്ഞു. കാര്യം എന്താണ്? തൽക്കാലം ഒരു വിരാമം ഇട്ടത്. യൂറോപ്യൻ യൂണിയൻ ഞാൻ പറഞ്ഞല്ലോ, നോട്ട് നെസസറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇപ്പം ഇവിടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊത്താണ് ഈ മാക്രോൺ ഇന്നലെ പോയിട്ട് സംസാരിച്ചിട്ട്, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ട്രംപിന്റെ ഇനിഷ്യേറ്റീവിനെ എതിർക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ മാക്രോൺ പ്രസ്താവന പുറപ്പെടുവിച്ചത്. അത് ഒരു പക്ഷേ ട്രംപിനെ കുറച്ചുകൂടെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം. അതാണ് സാധ്യത. അങ്ങനെ മാക്രോൺ പോയി 25% താരിഫ് യൂറോപ്പിന് മേടിച്ചു കൊടുത്തൊരു അവസ്ഥയായിപ്പോയി. അത് പെട്ടെന്ന് വന്നു. അത് ട്രംപ് ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രോണിന്റെ വിസിറ്റ് അതിന് ഉപകാരമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ അടുത്തൊരു മേജർ ചേഞ്ച് ഞാൻ പറയാം. മിഡിൽ ഈസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഗാസയെ ഒഴിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് മനസ്സിലാക്കിക്കോ. അപ്പം അമേരിക്കയുടെ സൈഡിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവരെ റഷ്യയെ കൂട്ടുപിടിക്കണം, അല്ലേ? ഈ അറബ് രാജ്യങ്ങളെല്ലാം റഷ്യയെ കൂട്ടുപിടിച്ച് റഷ്യയുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ. ഇനിയിപ്പോ ഈ ഒരു അമേരിക്കയും റഷ്യയും കൂടെ ഈ ഒരു സാഹചര്യത്തിൽ പല പല എഗ്രിമെന്റുകളിലൊക്കെ ഒപ്പുവെച്ച് കാര്യങ്ങൾ നടത്തുമ്പോൾ എങ്ങനെയാണ് റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അഥവാ ഈ അറബ് രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പാലസ്തീൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഷ്യക്ക് ഇനി മുന്നോട്ട് വരാൻ പറ്റുമോ? റഷ്യ ഇതുവരെ ഓപ്പൺ ആയിട്ട് അങ്ങനെ വലിയ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഈ വിഷയങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഏത് ഈ പാലസ്തീൻ 2 സ്റ്റേറ്റ് എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. റഷ്യ തന്നെ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ന്യൂട്രൽ ആയിട്ട് അവിടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ ആൾക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പം ഇസ്രായേലിന് ഗാസയെ വളരെ ഇങ്ങനെ ഞൊടിക്കുന്ന നേരത്തെ എടുത്ത് തീർക്കാവുന്നേ ഉള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മാറി വരുന്നത്. ഇതൊക്കെ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് ആണ്. കാരണം പുടിനെ വളരെ എളുപ്പത്തിൽ ഈ ഒരു വിഷയം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ട്രംപിന് കഴിയും. ഉറപ്പാണ്, തെളിയിച്ചിരിക്കുകയാണ്. ഈ പാലസ്തീനിലും ഈ ഒരു ഇസ്രായേലിലും കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധവും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നരനായാട്ടും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുടിൻ അവിടെ സൂപ്പർ ആയിട്ട് കൺവിൻസ് ആയി മാറി നിൽക്കും. പിന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് മാറിപ്പോകാൻ മാത്രമേ പറ്റുള്ളൂ. പാലസ്തീനിൽ 2 ബോംബ് വീഴുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ എല്ലാം എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടുമ്പോഴത്തേക്കും പിന്നെ ആരാണ് അതിനെ തടഞ്ഞു നിർത്താനും ഒപ്പിടാനൊക്കെ അവിടെ നിൽക്കാൻ പോകുന്നത്? പിന്നെ കുറെ കാലം ഇങ്ങനെ പാലസ്തീൻ 2 സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും പല പ്രകടനങ്ങളൊക്കെ കാണാം. പല പൊട്ടിത്തെറികളും പല തീവ്രവാദ ആക്രമണങ്ങളൊക്കെ നടക്കും. കുറെ കാലം ഇതിങ്ങനെ നടക്കും. പിന്നെ അത് കഴിയുമ്പോൾ അത് കെട്ടടങ്ങും. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറബ്സിന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. കാരണം അമേരിക്കയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇനി റഷ്യയെ കൂട്ടാൻ പറ്റില്ല. റഷ്യ കൈവിട്ട് പോയി കഴിഞ്ഞു. പുടിൻ അമേരിക്കയുമായിട്ട് അടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ചൈനയ്ക്കാണ്. കാര്യം വേറെ ഒന്നുമില്ല, ചൈനയെ വളരെ നൈസായിട്ട് തേച്ചിരിക്കുകയാണ് റഷ്യ. പുടിൻ വളരെ തന്ത്രപരമായിട്ടാണ് ഈ ഒരു ഡോൺ ബോസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ ബോർഡർ, അത് ഉക്രൈന്റെ സ്ഥലം തന്നെയാണ്, ഇപ്പൊ റഷ്യയുടെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു സ്ഥലം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ ജോയിന്റ് ആയിട്ട് അവിടെ വന്നിട്ട് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 20-25% സ്ഥലം, അതുകൂടാതെ പോർട്ട്, മറിയോപോൾ എന്ന് പറഞ്ഞ ഒരു പോർട്ടൊക്കെ ഓൾറെഡി തന്നെ റഷ്യയുടെ കൺട്രോളിൽ വന്നു കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് ഒരേ ഒരു ചെറിയ പോർട്ടാണ് ഉക്രൈനുള്ളത്. അതും തന്നെ ഇനി കൊടുക്കുമോ ഇല്ലെങ്കിൽ അതും റഷ്യ കയറി പിടിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം. ഉക്രൈനിലെ സെലൻസ്കി ഇതുവരെ ഒരു നീക്കുപോക്ക് നടത്തുന്നില്ല, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈനെ അങ്ങ് മോശപ്പെടുത്തി അല്ലെങ്കിൽ റഷ്യയെ അങ്ങ് വലുതായിട്ടോ പറയുന്നതല്ല. ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നു, അയാൾ ശക്തിമാനാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എത്രയും വേഗം ബുദ്ധി ഉപയോഗിച്ച് ഇതൊന്ന് തടഞ്ഞു നിർത്തുകയല്ലേ വേണ്ടത്. അതിന് പകരം ഞാൻ റെഡിയല്ല എനിക്ക് മൊത്ത സ്ഥലവും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി കൂടുതൽ ഇപ്പുറത്തുള്ള ഒരേ ഒരു ചെറിയ പോർട്ടും കൂടെ ഉണ്ട്, ആ പോർട്ടും കൂടെ പിടിച്ചോണ്ട് പോകും. അതോടുകൂടി പിന്നെ ഉക്രൈനിന് ഒരു രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഒരു ട്രാൻസ്ഷിപ്മെന്റോ ഒന്നും തന്നെ നടത്താൻ പറ്റാത്ത അവസ്ഥയാവും. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി പൂ കൃഷി ചെയ്ത് നമ്മളുടെ ഈ ഒരു സൺഫ്ലവർ ഓയിലിന് വേണ്ടിയിട്ട് അവിടെ സൂര്യകാന്തി പൂ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉക്രൈൻ. സൺഫ്ലവർ ഓയിൽ പോലത്തെ ഇതിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള സൂര്യകാന്തി പൂക്കളുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം കയറി പോകുന്നത് ഈ പോർട്ടിൽ നിന്നാണ്. ആ പോർട്ടൊക്കെ ഓൾറെഡി റഷ്യ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ഏകദേശം ഒരു 20-25% സ്ഥലം ഓൾറെഡി തന്നെ ഈ ഒരു റഷ്യയും അമേരിക്കയും കൂടെ ചേർന്നിട്ട് ജോയിന്റ് പ്രോജക്ട്, പിന്നെ റെയർ എർത്ത് മിനറൽസ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോയിന്റ് പ്രോജക്ട് അവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ ഇനി ബാക്കി 70% സ്ഥലമേ ഉള്ളൂ. ആ 70% സ്ഥലത്തും 50% മിനറൽ ഡീലിന് വേണ്ടിയിട്ട് ട്രംപ് ഓൾറെഡി ഉക്രൈന്റെ മേളിൽ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പൊ ഉക്രൈന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഉക്രൈൻ ഒരുപക്ഷെ നാളെ ഉണ്ടാവാം, ഉണ്ടാവില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു യുദ്ധം നേരിടാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ വാക്കും കേട്ട് നമ്മൾ ആനയാണ് ചേനയാണെന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല ഒരിക്കലും. നമ്മൾക്ക് എന്തുണ്ട്, നമ്മളുടെ കപ്പാസിറ്റി എന്താണ്. അപ്പൊ അത് നമ്മൾ വെർബൽ നെഗോസിയേഷന് തയ്യാറാണെന്നുള്ളത് മുൻകൂട്ടി തന്നെ അങ്ങോട്ട് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ പുടിനുമായിട്ട് ഒരു ചർച്ച നടത്തി ഇത് ഒഴിവാക്കി പോകുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയ തോതിൽ ഞാൻ നാറ്റോയിൽ പോയി ചേരാൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വീരവാദം അടിച്ചിട്ട് അവസാനം ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്കും.
രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഉക്രൈന്റെ സോൾജേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് യാതൊരു മാറ്റമില്ല. അവർ നല്ല രീതിയിലുള്ള ചെറുത്ത് നിൽപ്പാണ് റഷ്യക്കെതിരെ കാഴ്ചവെച്ചത്. പക്ഷേ ഉക്രൈന്റെ ലീഡർഷിപ്പ് ശരിയല്ല, നേതൃത്വ നിരയിലുള്ള തലവൻ ശരിയല്ല എന്നുള്ളതാണ്. തലവൻ എങ്ങനെ കൊണ്ടുപോകണം എന്നറിഞ്ഞില്ല. തലവൻ ഫുൾ ആൻഡ് ഫുൾ വേറെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും പൈസ മേടിച്ച് ഈ യുദ്ധം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവാം എന്നുള്ള രീതിയിലാണ് പുള്ളി ശ്രമിച്ചത്. ഒരിക്കലും ആ രാജ്യത്തിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഡിഫൻസ് കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. റഷ്യ വളരെ ടെർമിനോളജിക്കലിയാണ് ഇതിനെ സ്ട്രീം ലൈൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, എക്കണോമിക്കൽ ട്രാൻസാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക്കൽ ട്രാൻസാക്ഷൻസ്, അതായത് രാജ്യത്തിന് പുരോഗതി കൊണ്ടുവരുന്ന രീതിയിൽ അവരുടെ മിനിസ്ട്രി ഓഫ് എക്കോണമിയുടെ താഴെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ വ്യക്തമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ താല്പര്യത്തോടു കൂടി, അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ജോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും റഷ്യയുടെയും ജോയിന്റ് റിസർച്ചിൽ എടുക്കുന്ന ഈ ഒരു ഓയിൽ, ഗ്യാസ് ഇതെല്ലാം യൂറോപ്പിന് നിരുപാധികം സപ്ലൈ ചെയ്യും. അതായത് റഷ്യയുടെ നിലവിലുള്ള പുറത്തുള്ള സപ്ലൈ ഒന്നും ഇത് അഫക്ട് ചെയ്യത്തില്ല. പുതിയതായിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ കീഴിൽ ഇനി എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നു അവിടെയൊക്കെ അമേരിക്കയ്ക്കും കൂടെ റവന്യൂ കിട്ടുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ ഇതിനകത്ത് നിരുപാധികം യൂറോപ്യൻ മാർക്കറ്റ് ഫുള്ളി റഷ്യക്ക് കൊടുക്കും. അതിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പുതിയ താരിഫ് വരും. പുതിയ താരിഫ്, പുതിയ നിരക്കിലായിരിക്കും യൂറോപ്പിന് ഈ ഒരു ഓയിലും ഗ്യാസൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ കൂടുതൽ പൈസ പേ ചെയ്ത് ഈ ഒരു ഓയിലും ഗ്യാസും ഈ ഒരു എനർജി സോഴ്സ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് യൂറോപ്പ് തള്ളപ്പെടുകയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് പീക്കിൽ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് യൂറോപ്പിൽ. അറിയാമല്ലോ, തണുപ്പ് സമയത്തൊക്കെ നല്ല രീതിയിലുള്ള യൂട്ടിലിറ്റി ഉണ്ടാവും, നല്ല പൈസ ചെലവുണ്ട്. യൂറോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, താരിഫ് ഒക്കെ വളരെ ഹൈ ആണ്, അവിടെ എല്ലാം കൂടാൻ പോവാണെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ വീണ്ടും കൂടാൻ പോകുന്നത്. ഇത് പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഒരു അവയർനെസ്സിന് വേണ്ടി പറയുന്നതാണ്. റെയർ എർത്ത് മിനറൽസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈന ഒരു മേജർ രാജ്യമാണ്, അതേപോലെ റഷ്യ, പിന്നെ ഇന്ത്യ, ഓസ്ട്രേലിയ, ബ്രസീൽ. ഈ 5 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ റെയർ എർത്ത് മെറ്റൽസ് ഒക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ. ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഓസ്ട്രേലിയ ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെയും ബ്രിക്സിലുള്ള കൺട്രീസ് ആണ്. ഓസ്ട്രേലിയയെ കൊണ്ട് മാത്രം അമേരിക്ക, യൂറോപ്പ് ഉൾപ്പെടെ രാജ്യങ്ങളുടെ ഈ ഒരു റെയർ എർത്ത് മിനറലിന്റെ ആ ഒരു നീഡ് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷെ മറ്റുള്ള ബ്രിക്സ് രാജ്യങ്ങളുണ്ട് ഇവിടെ, ബ്രസീൽ, ഇന്ത്യ, ചൈന, റഷ്യ. ഏറ്റവും കൂടുതൽ റിസോഴ്സ് ഉള്ള ഒരു രാജ്യമാണ് റഷ്യ. അവരെ തന്നെ കൃത്യമായിട്ട് ചൂണ്ടയിട്ട് പൊക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ അറബ് ലീഗിനെ ഇപ്പൊ റഷ്യയാണോ അമേരിക്കയാണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ ആക്കിയിരിക്കുകയാണ് ഇപ്പം അറബ് ലീഗിനെ. G20 ഓൾറെഡി ഇപ്പൊ ഇഗ്നോർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ബ്രിക്സിനെ ഓൾറെഡി ബ്രിക്സ് ഡെഡ് എന്ന് വരെ പറഞ്ഞിരിക്കുകയാണ്. ഈ 2 രാജ്യങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്ലോബലി ജിയോ പൊളിറ്റിക്സ് പല രീതിയിൽ മാറി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. ആ 2 രാജ്യങ്ങളുടെ നേതാക്കളും തമ്മിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണെന്ന് പറയേണ്ടി വരും. കാര്യം പല ആൾക്കാർക്കും പല രീതിയിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല സംഘടനകൾ പല രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഈ 2 ചേരിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തന്നെ പലപ്പോഴും അമേരിക്ക, റഷ്യ ഇങ്ങനെ കൗണ്ടർ ചെയ്താണ് എല്ലാവരും ബാലൻസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഇനിയിപ്പോൾ ഒരു മാർഗമില്ല എന്നുള്ളതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ചില മൈനസ് പോയിന്റ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ബാലൻസ് എപ്പോഴും ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് നാളെ അറിയാൻ പറ്റും. പിന്നെ ഈ ഫോർട്ട് നോക്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്വർണ്ണശേഖരം കാണാൻ പോകുന്ന വിഷയം ഇതുവരെ ആ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഡേറ്റ് അൺഫോർച്ചുനേറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. പുതിയ ഡേറ്റ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ വിഷയം ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്ത്യ എന്തായാലും ഒന്നുകൊണ്ടും അങ്ങനെ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില താരിഫ് കൊണ്ട് ചില വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അല്ലാതെ നമ്മൾ റഷ്യയുമായിട്ടും അതേപോലെ അമേരിക്കയുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു മൾട്ടിപോളാർ തന്നെയാണ് ഇതുവരെ കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ നാശനഷ്ടങ്ങളില്ലാതെ തടിതപ്പി രക്ഷപ്പെട്ടു പോവാം ഈ ഒരു 4 വർഷം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.